ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മിമിക്രി മത്സരവേദിയിലേക്ക് കയറാൻ മടിച്ചുനിന്ന ചിരി പക്ഷേ ആൺകുട്ടികളുടെ വേദിയിൽ നിറഞ്ഞുനിന്നു. പുത്തൻ നമ്പറുകളുമായി വേദിയിലെത്തിയ മത്സരാർത്ഥികൾ മത്സരം കാണാൻ ഇടിച്ചുകയറിയ കാണികളെ നിരാശരാക്കിയില്ല. നിന്നുതിരിയാനിടമില്ലാത്ത റോസ് ലോഞ്ചിൽ മിമിക്രി മത്സരം നടത്താൻ തീരുമാനിച്ചവരെ സമ്മതിക്കണം. 4 മണിക്ക് തുടങ്ങുമെന്നറിയിച്ച മത്സരം തുടങ്ങിയത് 3 മണിക്കൂർ വൈകി. കാത്തിരുന്ന് ജനം വലഞ്ഞു. അനുകരണ കലയുടെ വിസ്മയ ലോകത്തെ കാണിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മിമിക്രി മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. ശബ്ദാനുകരണത്തിന്റെ വിസ്മയലോകം തുറന്ന് ചെക്കന്മാർ കസറി. ഉസിരൻ മത്സരം. ഓരോ നമ്പറുകൾക്കും കാണികളുടെ നിറഞ്ഞ കയ്യടി. കൊല്ലം മുമ്പ് നെറ്റി വളർന്ന് ചോര വീണ പുഴക്കരയിലെ കോഴിമണ്ണവാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു. കാരണം സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ക്രിക്കറ്റ് കളിക്കാൻ അറിയാം. പൃഥ്വിരാജ് സൂപ്പർ ബാറ്റ്സ്മാൻ ആണ് എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ കലോത്സവത്തിലെ മിമിക്രി വേദിയിലെ താരമായിരുന്ന സൂരജ് ഇക്കുറിയും നിരാശപ്പെടുത്തിയില്ല. മത്സരം കഴിഞ്ഞ് വേദി വിട്ടിറങ്ങിയ സൂരജിനെ പുറത്തെത്തിക്കാൻ കൂടെയുണ്ടായിരുന്നവർ ഒരുപാട് കഷ്ടപ്പെട്ടു. കലോത്സവ വേദിയിൽ നിന്നും എസ് ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്.